ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഇവാൻ ദ ലിറ്റിൽ വേൾഡ്. ഊഞ്ഞാലാടണം, പാർക്കിൽ പോകണമെന്ന ആഗ്രഹം ഇവാൻ ബേബി പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പാർക്കിൽ പോകാൻ തീരുമാനിച്ചു. നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലെ അതിമനോഹരമായ വേളി പാർക്കിലേക്ക് 11 മണിയോടുകൂടി ഞങ്ങൾ പാർക്കിലെത്തി. പാർക്കിനുള്ളിലേക്ക് പ്രവേശിക്കാൻ എൻട്രി പാസ് ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ്. ഇവാൻ ബേബിക്ക് പാസ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പാർക്കിലേക്ക് കയറുമ്പോൾ തന്നെ അതിമനോഹരമായൊരു ഗാർഡൻ ഉണ്ട്. ഗാർഡൻ്റെ സൈഡിലാണ് പാർക്ക് വരുന്നത്. കുഞ്ഞുങ്ങൾക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റിയ പാർക്ക് തന്നെയായിരുന്നു വേളി പാർക്ക്. ഞാൻ ഇവാൻ ബേബിക്ക് വെള്ളം കൊടുക്കുവാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്നത് അമ്മയും അമ്മാമ്മയുമാണ്. വീഡിയോ എടുക്കുന്നത് ഇച്ചയനാണ്. ഇവാൻ ബേബി കുഞ്ഞുങ്ങൾ കളിക്കുന്നത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയമൊക്കെ. അതിനുശേഷം അവൻ്റെ പപ്പയുടെ തോളിൽ കയറി പാർക്ക് മുഴുവനും ചുറ്റിക്കറങ്ങി കണ്ടു. കാണുന്ന താറാവ് അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് സമയം അവൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം അവന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുതിയ കുറച്ച് കൂട്ടുകാരെ പാർക്കിൽ നിന്ന് അവന് കിട്ടി. അവർക്കൊപ്പമായിരുന്നു കളി. പിന്നെ ഈ ഒരു സിംഗിൾ ടൈപ്പ് ഊഞ്ഞാൽ 3-4 അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 പേർക്ക് ഒരുമിച്ചിരുന്ന് ആടാൻ പറ്റിയ ഊഞ്ഞാലും ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ലൈഡ് സ്റ്റെപ്പ് കയറി ചറുകി വരാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് മേലെ കൊണ്ടിങ്ങനെ ഇരുത്തിയിട്ട് ചറുകി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു സ്ലൈഡിൽ ആരും കളിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റെപ്പ് പൊട്ടിയിരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇവാൻ ബേബിക്ക് ഒരുപാട് ഇവിടെ ഇഷ്ടപ്പെട്ടു. അവൻ ഇവിടെ കിടക്കുകയും ഇരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഭാഗത്തൂടെ തന്നെ പതിയെ മേലേക്ക് ഇങ്ങനെ കയറിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചറുകി വരുന്നുണ്ടായിരുന്നു. ഈ ഒരു പാർക്കിൽ നിറയെ മരങ്ങളുള്ളത് കൊണ്ട് അത്യാവശ്യം തണലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവാൻ ബേബിയും കൊണ്ട് ഇവിടെ തന്നെ ഇരുന്ന് കുറേ സമയം നമ്മൾ കളിച്ചു. പിന്നെ ഈ ഒരു കാറിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇതിൽ കയറാൻ പാസ് ഉണ്ട്. ഒരാൾക്ക് 30 രൂപയാണ്. കുറച്ച് സമയം അവൻ ഇവിടെ ഇരുന്ന് കളിച്ചു. ഇവൻ കളിച്ച് തളർന്ന് പപ്പയുടെ തോളിൽ ഇരിപ്പായി. എല്ലാവരും നല്ല ടയേർഡായി, നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നായിരുന്നു. ഈ പാർക്കിലിരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. നമ്മൾ മാത്രമല്ല, അവിടെ വരുന്ന എല്ലാവരും ഫുഡും കൊണ്ടാണ് വരുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്ന് മേടിച്ച് കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖം തന്നെയാണ്. പിന്നെ ഈ ഒരു ട്രെയിന് പാർക്കിൻ്റെ സൈഡിൽ നിന്ന് എടുക്കുന്ന ട്രെയിനാണ്. ഇതിൽ കയറാൻ പാസ് ഉണ്ട്. ഒരാൾക്ക് 50 രൂപയാണ്. പാർക്കിൻ്റെ സൈഡിൽ നിന്ന് വേലിക്കായലിൻ്റെ നടുവെയുള്ള പാലത്തിൽ കൂടി ബീച്ച് സൈഡിലേക്ക് വന്ന് തിരിച്ച് പാർക്കിൽ ചെന്നാണ് ഈ ഒരു ട്രെയിൻ അവസാനിക്കുന്നത്. ഇവാൻ ബേബിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രെയിൻ യാത്ര. കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ഒരു വേറിട്ടൊരു അനുഭവം തന്നെയായിരുന്നു ഈ ഒരു ട്രെയിൻ യാത്ര. അവിടെ വരുന്ന എല്ലാവരും ഈ ഒരു ട്രെയിന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു പാർക്കിൻ്റെ ഒരു സൈഡ് കായലാണ്, വേലിക്കായൽ. ബോട്ടിങ്ങും ഒക്കെ ഈ ഒരു സ്ഥലത്തുണ്ട്. പിന്നെ ഈ ഒരു കായലിൻ്റെ സൈഡിൽ കൂടി പാലത്തിൽ കൂടി നമ്മൾ ബീച്ചിലേക്ക് പോയി. ബീച്ചിലേക്ക് പോകുന്ന വഴിയിൽ കുറച്ച് ഗെയിം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. ജ്യൂസ് സ്റ്റോള്, ടോയ് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു. ബീച്ചിൽ നല്ല വെയിലായിരുന്നു. എന്നാലും അധികം ചൂട് അനുഭവപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ കടൽക്കാറ്റടിക്കുന്നുണ്ടായിരുന്നു. തിരയിൽ കളിക്കാൻ ആദ്യമൊക്കെ ഇവാൻ ബേബിക്ക് പേടിയായിരുന്നു. അവൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കണ്ടപ്പോൾ പിന്നെ നല്ല പോലെ അവൻ തിരയിൽ കളിച്ചു. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അത് നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ ആരും തന്നെ ഈ ഹോഴ്സ് റൈഡിനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സമയം നമ്മൾ ബീച്ചിൽ സ്പെൻഡ് ചെയ്തു. ഈ ഒരു വേനൽ അവധിക്കാലത്ത് കുഞ്ഞുങ്ങളുമായി കുറച്ച് സമയം വേളയിൽ സ്പെൻഡ് ചെയ്യാൻ മറക്കരുത്. കായലും കടലും ബീച്ചും പാർക്കും ബോട്ടിങ്ങും ഹോഴ്സ് റൈഡും ഒക്കെ ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലം തന്നെയാണ് ഈ വേളി പാർക്ക്. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനിയൊരു വീഡിയോയുമായി കാണും വരെ ബായ്.